ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇതിന് മുന്നത്തെ രണ്ട് കിച്ചൺ ടിപ്സിൻ്റെ വീഡിയോസും അത്യാവശ്യം നല്ല റെസ്പോൺസൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നാമത്തെ ആട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ന്യൂസ് പേപ്പർ കൊണ്ടിട്ടാണ്. ന്യൂസ് പേപ്പർ എല്ലാത്തിലൊന്നും ന്യൂസ് പേപ്പർ ഇല്ല, വളരെ കുറച്ച് മാത്രം. ന്യൂസ് പേപ്പർ കൊണ്ടിട്ട് നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ വീട്ടിൽ ഇതുപോലെയുള്ള കണ്ടെയ്നേഴ്സൊക്കെ ഉണ്ടാവും അല്ലേ, നമ്മൾ ഉപയോഗിച്ചിട്ട് മാറ്റി വെച്ചേക്കണത്, കഴുകി പിന്നീട് ഉപയോഗിക്കാം എന്നൊക്കെ ഉള്ളതൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ അച്ചാറിൻ്റെയൊക്കെ കുപ്പിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര കഴുകിയാലും ആ അച്ചാറിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ നിൽക്കും. നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാൻ ഉണ്ടെങ്കിലും ഒന്ന് നന്നായിട്ടൊക്കെ വെയിലത്തൊക്കെ വെക്കണം. വെയിലത്ത് വെച്ചാലും അതിൽ ചിലപ്പോൾ ഒരു പഴയ കുപ്പിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉള്ളിലൊരു പൂപ്പലിൻ്റെ മണമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്നുകൂടെ കഴുകിയൊക്കെ വെയിലത്ത് വെക്കണം. അതിന് പകരമായിട്ട് നമ്മൾ ചെയ്യണത് ഈ കുപ്പി തുറന്നിട്ട്, നമ്മളുടെ വീട്ടിലെന്താണെങ്കിലും എല്ലാവരുടെ വീട്ടിലുണ്ടാവും ന്യൂസ് പേപ്പർ ഇതുപോലെ ബോളാക്കിയിട്ട് നമുക്ക് 2-3 ന്യൂസ് പേപ്പർ ഈ ഒരു ബോട്ടിലിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അടച്ച് വെക്കാം കേട്ടോ. അതൊരു ദിവസം കംപ്ലീറ്റ് അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആ ഒരു കുപ്പിയുടെ ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് ആ പഴയ ഒരു പൂപ്പലിൻ്റെ മണമൊന്നും നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ കുപ്പി രണ്ടാമതൊന്ന് റീയൂസ് ചെയ്യാം. ഇതുപോലെ ഇങ്ങനെ ടൈറ്റായിട്ട് മൂടി നമുക്ക് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇനി രണ്ടാമത്തെ ഒരു ഇതും, നമ്മളുടെ ഫ്രിഡ്ജിലൊക്കെ നമ്മളെപ്പോഴും മീനൊക്കെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞ് എടുത്തു കഴിയുമ്പോഴും എന്താണെങ്കിലും ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നല്ലൊരു ബാഡ് സ്മെല്ല് ഉണ്ടാവും. അപ്പോൾ അത് പോകാനാണെന്നുണ്ടെങ്കിലും നമ്മളുടെ ഈ ന്യൂസ് പേപ്പർ കൊണ്ടിട്ട് ഒരു നല്ലൊരു ഇതുണ്ട്. ന്യൂസ് പേപ്പർ ഇതുപോലെ നമ്മൾ ബോൾസ് ആക്കിയിട്ട് ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനൊരു ചെറിയൊരു നനവ് ഉണ്ടാവും. ഈ നനവ് ഈ ബാഡ് സ്മെല്ലിനെയൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്യും. ഇത് നമ്മൾ ആ ഫ്രിഡ്ജിൻ്റെ എവിടെയാണോ ബാഡ് സ്മെല്ലുള്ളത്, ഇപ്പോൾ ഫ്രീസറിലാണെന്നുണ്ടെങ്കിലും താഴെയാണെന്നുണ്ടെങ്കിലും, ഫ്രീസറിൽ കൂടുതൽ വെക്കാന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആകെ ഒരു ദിവസം മാത്രമേ വെക്കുകയുള്ളൂ, ഒരുപാട് നേരമൊന്നും വെക്കണ്ട കേട്ടോ. ഒരു ദിവസം വെച്ചിട്ട് അപ്പോൾ ആ ഒരു നനവും ഈർപ്പമൊക്കെ പേപ്പർ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫ്രിഡ്ജിൽ ആ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവില്ല കേട്ടോ. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. നമ്മളുടെ വീട്ടിൽ എല്ലാവരും എന്നല്ല, ചിലപ്പോൾ ഒരു വീട്ടിൽ ഒരാളെങ്കിലും ഷൂസ് ഉപയോഗിക്കാത്ത ആളുണ്ടാവില്ല. അപ്പോൾ മഴക്കാലത്താണെന്നുണ്ടെങ്കിലും നല്ല ചൂടുകാലത്താണെന്നുണ്ടെങ്കിലും ഈ ഷൂസിൻ്റെ ഉള്ളിൽ പൊടി കയറി അതിൽ നനവ് തട്ടുമ്പോൾ ഒരു സഹിക്കാൻ പറ്റാത്തൊരു ബാഡ് സ്മെല്ല് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നല്ല ഉണങ്ങിയ ഷൂ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചാലും ഉണ്ടാവും കേട്ടോ ആ ഒരു ബാഡ് സ്മെല്ല്. ഇങ്ങനെ പേപ്പർ നിറച്ചിട്ട് ഒരു ദിവസം കംപ്ലീറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു ചീത്ത സ്മെല്ലൊക്കെ ഈ പേപ്പർ അബ്സോർബ് ചെയ്തിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ടില്ലെങ്കിലും ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടും കേട്ടോ. അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിൽ ഈ സാധനം ഇല്ലാത്ത ഒറ്റ വീട് പോലും ഉണ്ടാവില്ല അല്ലേ, കത്തി. അപ്പോൾ നമുക്ക് എപ്പോഴും കത്തി മൂർച്ച വയ്ക്കാൻ എപ്പോഴും നമ്മളുടെ വീട്ടിൽ ആൾ വരില്ല, അല്ലെങ്കിൽ കത്തി എപ്പോഴും മൂർച്ച വയ്ക്കാനുള്ള സാധനങ്ങൾ നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല. അപ്പോൾ അതിനുള്ള എളുപ്പമാർഗ്ഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിൽ ഇതുപോലുള്ള സെറാമിക്കിൻ്റെ പഴയ കപ്പൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ അങ്ങനത്തെ കപ്പൊക്കെ വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ട്. എന്നാലും ആൾക്കാർ യൂസ് ചെയ്യണ വളരെ കുറവാണ്. ചില്ലിൻ്റെയൊക്കെ ആയിരിക്കും യൂസ് ചെയ്യണത്. അപ്പോൾ ഇതുപോലെ പഴയ സെറാമിക്കിൻ്റെ കപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ കമിഴ്ത്തി വെച്ചിട്ട് നമ്മളുടെ ഇതിൻ്റെ ഈ ടിപ്പിലിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കത്തിക്ക് ഒരു പരിധി വരെ നമുക്ക് മൂർച്ച വയ്ക്കാൻ പറ്റും കേട്ടോ. നല്ല വ്യത്യാസം ഉണ്ടാവും അത് നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഫീഡ്ബാക്ക് പറയണേ. ഞാനിപ്പോൾ ഇതിന് മൂർച്ച വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സവാള ഒന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം. എനിക്ക് തോന്നുന്നു നേരത്തേക്കാളും വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ മൂർച്ച വെച്ചത് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, കാരണം വീഡിയോ ഇല്ലേ, നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും എന്നറിയില്ല. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, എന്നാലാണ് അതിൻ്റെ ആ ഒരു വ്യത്യാസം മനസ്സിലാവുള്ളൂ. അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിൽ എപ്പോഴും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടിപ്പാട്ടോ ഞാൻ പറയാൻ പോണത്. നമ്മളുടെ വീട്ടിൽ ഇതുപോലെ എന്താണെങ്കിലും മിക്സി ഉണ്ടാവും. മിക്സിയുടെ ബ്ലേഡ് എപ്പോഴും മൂർച്ചയുള്ളതായിട്ടിരിക്കാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ. നമ്മൾ യൂസ് ചെയ്യുന്നതോറും അതിൻ്റെ മൂർച്ച കുറഞ്ഞു വരും. അപ്പോൾ അത് കുറയാതിരിക്കാൻ വേണ്ടിയിട്ട് മാസത്തിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ ഉപ്പ് ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് നിർത്താതെ 15 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് മിക്സി ഓണാക്കി ഇതൊന്ന് വർക്ക് ചെയ്യിക്കണം കേട്ടോ. അപ്പോൾ ഇത് ഒരു മാസത്തിൽ ഒരു തവണയൊക്കെ ചെയ്യാൻ പാടുള്ളൂ, എപ്പോഴും റെഗുലറായിട്ട് ഇത് ചെയ്യരുത് കേട്ടോ. ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റേതായ ഒരു തേയ്മാനമൊക്കെ വരും. അപ്പോൾ വല്ലപ്പോഴും ഒക്കെ ചെയ്യാവുന്നുള്ളൂ. ഇപ്പോൾ ഒരു മാസത്തിൽ ചെയ്തില്ലെങ്കിലും 2 മാസം കൂടുമ്പോഴൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ബ്ലേഡിൻ്റെ മൂർച്ച പെട്ടെന്ന് പോകില്ല. ഇടയ്ക്കിടയ്ക്കൊന്ന് നമ്മളൊന്ന് മിനുസപ്പെടുത്തി വയ്ക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇന്ന് കാണിച്ച ഈ 3 ടിപ്പും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.
സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണമെങ്കിൽ കാണാൻ. എന്നാലാണ് ഞങ്ങൾ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ ടേക്ക് കെയർ. ബൈ.